ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ ചാനൽ ലേൺ വിത്ത് രേവതി. നമുക്കിന്ന് 2020 സാമൂഹ്യ ശാസ്ത്രത്തിൽ നിന്ന് ചോദിച്ച 10 വൺ വേർഡ്സ് നോക്കാം. ആദ്യത്തെ 5 വൺ വേർഡ്സിൽ ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് പിന്നീടുള്ള 5 വൺ വേർഡ്സിൽ ഓപ്ഷൻസ് ഉണ്ടായിരിക്കില്ല. ആ ഒരു രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഇത് 2020 ചോദിച്ച 10 വൺ വേർഡ്സ് ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ: ഇന്ത്യയിൽ പുരാവസ്തു ഗവേഷണത്തിന്റെ പിതാവായി അറിയപ്പെടുന്നത് ആര്? ഉത്തരം അലക്സാണ്ടർ കണ്ണിംഗ്ഹാം ആണ്. ഇന്ത്യയിൽ പുരാവസ്തു ഗവേഷണത്തിന്റെ പിതാവായി അറിയപ്പെടുന്നത് അലക്സാണ്ടർ കണ്ണിംഗ്ഹാം. ഇപ്പൊ തന്നെ നോട്ട് ചെയ്ത് വെക്കുക. ഇന്ത്യയിൽ പുരാവസ്തു ഗവേഷണത്തിന്റെ പിതാവായി അറിയപ്പെടുന്നത് അലക്സാണ്ടർ കണ്ണിംഗ്ഹാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: നവോത്ഥാനത്തിന് വഴിയൊരുക്കിയ പ്രസ്ഥാനം. നവോത്ഥാനത്തിന് വഴിയൊരുക്കിയ പ്രസ്ഥാനം അലിഗഡ് പ്രസ്ഥാനമാണ്. അലിഗഡ് പ്രസ്ഥാനം. നവോത്ഥാനത്തിന് വഴിയൊരുക്കിയ പ്രസ്ഥാനം അലിഗഡ് പ്രസ്ഥാനം. സാമൂഹ്യ ശാസ്ത്ര ഗവേഷണ സ്ഥാപനമല്ലാത്തത് താഴെ പറയുന്നവയിൽ ഏത്? ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടില്ല. സാമൂഹ്യ ശാസ്ത്ര ഗവേഷണ സ്ഥാപനം അല്ലാത്തതാണ് AIIMS എന്ന് പറയുന്നത്. മറ്റ് സാമൂഹ്യ ശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങൾ ഏതൊക്കെയാ? ICSSR, അതുപോലെ CDS, TISS, NCERT, NIEPA, കില, NCERT പോലെ തന്നെ SCERT, ഡൈറ്റ്, UGC, ഇതൊക്കെ സാമൂഹ്യ ശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങളിൽ പെടുന്നതാണ്. ഇതിന്റെയൊക്കെ ഫുൾ ഫോമും പഠിച്ചു വെക്കണം. അപ്പോൾ സാമൂഹ്യ ശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങൾ, ഷോർട്ട് ഫോം, ഫുൾ ഫോം വരുന്ന ഒരു ലോങ് വീഡിയോ, അതുപോലെ തന്നെ ശിലായുഗങ്ങൾ, ഇതും ഞാൻ ചെയ്തേക്കാം. ഇത് രണ്ടും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന 3 മാർക്കിന് 5 മാർക്കിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇതിന്റെയൊക്കെ ഫുൾ ഫോം പഠിച്ചു വെക്കണം. ICSSR എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കൗൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ച് ആണ്. അതേപോലെ തന്നെ NCERT നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് ആണ്. SCERT നാഷണൽ മാറ്റിയിട്ട് സ്റ്റേറ്റ് ആക്കുക, സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. ഇനി കില, KILA എന്ന് പറഞ്ഞാൽ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഇനി AIIMS എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആണ്. ഓക്കെ, ഇത് സാമൂഹ്യ ശാസ്ത്ര ഗവേഷണ സ്ഥാപനമല്ല AIIMS. അപ്പൊ സാമൂഹ്യ ശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങൾ പഠിച്ചു വെക്കണം. അതിന്റെ ഒരു വീഡിയോ ചെയ്തേക്കാം കേട്ടോ. നെക്സ്റ്റ് വീഡിയോ എന്താ? ഒരു നിശ്ചിത വിഷയത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അഭിപ്രായം പ്രകടിപ്പിക്കാൻ അവസരം നൽകുന്ന പഠന രീതി സെമിനാർ ആണ്. ഒരു വിഷയത്തെക്കുറിച്ച്, ഇതൊരു പഠന രീതിയാണ്. പഠന രീതി എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അതുകൂടാതെ ഒരു നിശ്ചിത വിഷയത്തെക്കുറിച്ച് ഒന്നിലധികം ആളുകൾക്ക് അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള അവസരവും കൊടുക്കുന്നു. ഉത്തരം സെമിനാർ ആണ്. മാനസിക പ്രക്രിയകൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയ സമിതി SRG. മാനസിക പ്രക്രിയകൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയ സമിതി SRG. ജലക്ഷാമവും കുടിവെള്ളവും മണ്ണും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള പഠനത്തിന് അനുയോജ്യമായ ഗവേഷണ തന്ത്രം സർവേ. 2 വിഷയങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിക്കുന്നതിന് അനുയോജ്യമായ ഗവേഷണ തന്ത്രം എന്ന് പറയുന്നത് എന്താണ്? സർവേ ആണ്. ഓക്കെ, ജലക്ഷാമവും കുടിവെള്ളവും മണ്ണും തമ്മിലുള്ള, അപ്പൊ ഏതെങ്കിലും 2 വിഷയങ്ങളെ കുറിച്ചിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പഠിക്കുന്നതിന് അനുയോജ്യമായ ഗവേഷണ തന്ത്രം സർവേ. ഇത് നിങ്ങൾക്ക് എന്തായാലും വൺ വേർഡിൽ ചോദിക്കും. ഏതെങ്കിലും ഒരു ചാപ്റ്റർ മെൻഷൻ ചെയ്യും. ചിലപ്പോൾ 4th സ്റ്റാൻഡേർഡ് ആയിരിക്കാം, 5th സ്റ്റാൻഡേർഡ് ആയിരിക്കാം. നിങ്ങൾ ഇന്റേൺഷിപ്പിന് പോയ ഏതെങ്കിലും ഒരു ചാപ്റ്റർ, ഏതെങ്കിലും ക്ലാസ്സിലെ ചാപ്റ്റർ മെൻഷൻ ചെയ്തിട്ട് ആ യൂണിറ്റിൽ പഠിപ്പിച്ച, ചർച്ച ചെയ്ത ഏതെങ്കിലും വിഷയം അല്ലെങ്കിൽ പഠന നേട്ടം ഇത് ചോദിക്കും. ഇവിടെ അങ്ങനെയൊക്കെ ആവാമെന്നല്ലേ കരുതൽ, സ്റ്റാൻഡേർഡ് 5 ഈ യൂണിറ്റിൽ ചർച്ച ചെയ്യുന്ന ഒരു അനുയോജ്യമായ വിഷയമാണ്. ഈ യൂണിറ്റിൽ ചർച്ച ചെയ്യുന്നതിന് അനുയോജ്യമായ ഒരു വിഷയമാണ് എഴുതാൻ പറഞ്ഞേക്കുന്നത്. ഇവിടെ പരിസ്ഥിതി സംരക്ഷണം അല്ലെങ്കിൽ വിഭവങ്ങളുടെ സംരക്ഷണമാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇതുപോലെ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിച്ചേക്കാം. ഇന്റേൺഷിപ്പിന് പോയിട്ടുള്ളവർക്ക് അത് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. നിങ്ങൾക്ക് ഇന്റേൺഷിപ്പിന് കിട്ടിയ ചാപ്റ്ററിൽ നിന്നേ ചോദിക്കുള്ളൂ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് കണ്ടോ, കൈറ്റ് എന്നതിന്റെ പൂർണ്ണരൂപം എന്ത്? ഫുൾ ഫോംസ് ചോദിക്കും. ഈ കില, NCERT, SCERT, കൈറ്റ്, ഇതിന്റെയൊക്കെ ഫുൾ ഫോം റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. കൈറ്റിന്റെ ഫുൾ ഫോം എന്താണ്? പൂർണ്ണരൂപം കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ ആണ്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ ആണ് കൈറ്റ്. ഇന്ത്യൻ നവോത്ഥാനത്തിനായുള്ള അടിസ്ഥാനപരമായ വഴികൾ. ഇന്ത്യൻ നവോത്ഥാനത്തിനായുള്ള അടിസ്ഥാനപരമായ വഴികൾ: വിദ്യാഭ്യാസ പരിഷ്കരണം, സാമൂഹിക ഉച്ചനീചത്വങ്ങൾക്കെതിരെയുള്ള പോരാട്ടം, ശാസ്ത്രീയ മനോഭാവം വളർത്തൽ.
ഇതൊക്കെയാണ് ഇന്ത്യൻ നവോത്ഥാനത്തിന് അടിസ്ഥാനമായിട്ടുള്ള വഴികൾ, അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ടുള്ള ഇന്ത്യൻ നവോത്ഥാനത്തിനായിട്ടുള്ള അടിസ്ഥാനപരമായ വഴികൾ ചോദിക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസം പരിഷ്കരിക്കണം, സാമൂഹികമായിട്ടുള്ള ഉച്ചനീചത്വങ്ങൾക്കെതിരെ പോരാടണം, ശാസ്ത്രീയമായ മനോഭാവം ആളുകൾക്ക് ഉണ്ടാവണം. ഇനി അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്, വിദ്യാലയങ്ങളുടെ മാനസിക തലങ്ങളെയോ ആശയവിനിമയത്തെയോ സംബന്ധിക്കുന്ന രേഖ. വിദ്യാലയങ്ങളുടെ മാനസിക തലങ്ങളെയോ ആശയവിനിമയത്തെയോ സംബന്ധിക്കുന്ന രേഖ ഏത്? സ്കൂൾ വികസന പദ്ധതിയാണ്, സ്കൂൾ ഡെവലപ്മെന്റ് പ്ലാൻ, SDP, ലോഗ് ബുക്ക്. ഓക്കെ, ലോഗ് ബുക്ക് എന്ന് പറയും, അല്ലെങ്കിൽ SDP എന്ന് പറയും. SDP സ്കൂൾ ഡെവലപ്മെന്റ് പ്ലാൻ. ഇത് വിദ്യാലയങ്ങളുടെ മാനസിക തലങ്ങൾ, അതുപോലെ ആശയവിനിമയം, ഇതൊക്കെ സംബന്ധിക്കുന്ന രേഖയാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ 2020 ക്വസ്റ്റ്യൻ പേപ്പറിലെ 10 1 വേർഡ്സ് ആണ് നോക്കിയത്. അതുപോലെ 2020 മുതൽ 25 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലെ 1 വേർഡ്സ് നമുക്ക് എന്തായാലും കവർ ചെയ്ത് പോകാം. ഇന്നത്തെ ഈ ഒരു ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്